പാടാത്ത ദാസേട്ടൻ. എത്രയോ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ഒരാൾ മരിക്കരുതെന്ന് ഇന്ന് ഇന്ത്യയിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാനപ്പെട്ട പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസിൻ്റെ ഇടപെടലുകളാണ്. എന്നാൽ ദാസേട്ടൻ സ്റ്റേജിലുള്ളപ്പോൾ നിങ്ങൾക്കറിയാം, ശ്രേയാ ഘോഷിലും നമ്മുടെ റഹ്മാനൊക്കെ വന്ന് കാലും മുറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയും. റഹ്മാൻ മേടിക്കണ 5 കോടി 10 കോടിയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ കാല് തൊട്ട് നമസ്കരിക്കുന്ന ദാസേട്ടന് മിക്കവാറും 10 ലക്ഷം കൊടുക്കുള്ളൂ. അതിവിടെ എന്നാലും പാടാത്ത ദാസേട്ടനെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കൊടുത്തിട്ട് 333 ഹാർട്ട് സർജറി ആ പാവ മനുഷ്യൻ ചെയ്തു. 9 ലക്ഷം രൂപയുടെ മെഷീൻ 5 ലക്ഷം രൂപക്ക് മേടിച്ചു. അങ്ങനെ 14 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ 5-6 ലക്ഷം രൂപക്ക് നടത്താൻ തുടങ്ങിയതുകൊണ്ട് പാവപ്പെട്ടവനത് കിട്ടി. അങ്ങനെ പാടാത്ത ദാസേട്ടനെ നിങ്ങൾ തിരിച്ചറിയണം. സെൽഫി അന്ന് അവിടെ ആ ഫോൺ തട്ടാൻ കാരണം സെൽഫി എടുക്കുന്ന ഇഷ്ടമല്ല. ചോദിക്കുക, ദാസേട്ടൻ നിന്നോടുക. നമസ്കാരം ദാസേട്ടാ, ജന്മദിനാശംസകൾ. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും, എല്ലാ ചാനലുകളും, എല്ലാ ക്ലബ്ബുകളും, എല്ലാ പാട്ടുകാരും ഗാനഗന്ധർവനെക്കുറിച്ചായിരിക്കും വിശേഷിപ്പിക്കുന്നത്, പറയുന്നത്. ദാസേട്ടൻ പാടിയ അനേകം പാട്ടുകൾ, വലിയ വലിയ ശ്ലോകങ്ങൾ, കച്ചേരികൾ, വലിയ വലിയ ഗാനമേളകൾ, ദാസേട്ടന് കിട്ടിയ അവാർഡുകൾ, ഇതിനെക്കുറിച്ചായിരിക്കും ദാസേട്ടൻ്റെ 86ാം ജന്മദിനത്തിലും ആൾക്കാർ പറയുന്നത്. എന്നാൽ ബെന്നി ജോസഫിന് പറയാനുള്ളത്, പച്ചക്ക് പറയാനുള്ളത്, ദാസേട്ടൻ്റെ പാടാത്ത ദാസേട്ടൻ, ഞാൻ ഇഷ്ടപ്പെടുന്ന പാടാത്ത ദാസേട്ടൻ ഒരു പൊതുപ്രവർത്തകനായി, ഒരു സോഷ്യൽ വർക്കറായി, ഒരു പരിസ്ഥിതി പ്രവർത്തകനായി, ഒരു കാരുണ്യ പ്രവർത്തകനായി നിങ്ങളുടെ ഇടയിൽ ദാസേട്ടൻ പ്രവർത്തിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്ന് പറയുന്ന ദാസേട്ടനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അക്കമിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 23-24 കൊല്ലത്തെ ദാസേട്ടൻ്റെ ചാരിറ്റിയും ദാസേട്ടൻ്റെ മറ്റ് പൊതുപ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യാൻ ജനപക്ഷം എന്നൊരു സംഘടന ഇവിടെ ഉണ്ടായി. അത് PC ജോർജിൻ്റെ ജനപക്ഷമല്ല, ദാസേട്ടൻ്റെ ജനപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റബിൾ, സോഷ്യലി കമ്മിറ്റഡ്, നാടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനപക്ഷമാണ്. ഈ ഓർഗനൈസേഷൻ്റെ ചീഫ് പാറ്റേണായിരുന്നു ദാസേട്ടൻ. ദാസേട്ടൻ നമ്മുടെ പെരിയാർ സംരക്ഷിക്കാൻ തേവര കോളേജിലെ കുട്ടികൾ, NSSലെ കുട്ടികളുമായി, ഞാൻ അതിൻ്റെ പിക്ചർ കാണിക്കാൻ, ഫാദർ പ്രശാന്ത് പാലക്കപ്പള്ളിയൊക്കെ ആയിട്ട് ഞങ്ങൾ പെരിയാർ മുഴുവൻ സഞ്ചരിച്ചു, ബോട്ടെടുത്ത് സഞ്ചരിച്ച് അതിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ വെച്ചത് എടുപ്പിക്കാൻ വേണ്ട നടപടി മുഴുവൻ ചെയ്തത് ദാസേട്ടനാണ്. പിന്നെ ദാസേട്ടൻ ചെയ്ത കാര്യങ്ങളാണ് ജീവൻ രക്ഷാ മരുന്നിലെ കൊള്ളകൾ. പ്രത്യേകിച്ചും ക്യാൻസർ മരുന്നിന് MRP തട്ടിപ്പിലൂടെ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു മരുന്ന് ലോബിക്കെതിരെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു വിൽസനും ചേർന്ന്, ബെന്നി ജോസഫും ദാസേട്ടനുമാണ് കക്ഷി. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനൌഷധി വന്നത്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കോടതി ഉത്തരവിൻ്റെ മേൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. പക്ഷേ അതിന് കാരണക്കാർ, ഞാൻ ആ കോടതിയുടെ വരികളും കാണിച്ചു തരാം. ദാസേട്ടനും ഞാനും പെറ്റീഷണറായിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയിലാണ് ജനൌഷധി വന്നത്. എത്രയോ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ഒരാൾ മരിക്കരുതെന്ന് ഇന്ന് ഇന്ത്യയിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാനപ്പെട്ട പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസിൻ്റെ ഇടപെടലുകളാണ്. നിങ്ങൾക്കറിയാം, ദാസേട്ടൻ ആ തേക്കടിയിൽ ഒരു ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ വിക്ടർ എന്ന് പറഞ്ഞ ആ ബോട്ട് സ്രാങ്കിനെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, എടാ എൻ്റെ ബെൻസ് കാറിൻ്റെ ഡ്രൈവർ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ടയർ പൊട്ടിയാൽ ഡ്രൈവറാണ് ഉത്തരവാദി, ആ ടയർ സമയത്തിന് മാറ്റാത്ത ഞാനല്ലേ ഉത്തരവാദി. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ആ പന്നാസ് ബോട്ട്, ആ തട്ടിപ്പുള്ള ബോട്ട് മുങ്ങിയെങ്കിൽ ആ സ്രാങ്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാമ്യം ഇടറാന്ന് പറഞ്ഞു, കേസ് നടത്തടാന്ന് പറഞ്ഞു, അതിൻ്റെ പണവും തന്നു. ദാസേട്ടനാണ് തേക്കടിയിൽ ആ അമ്മയെ നോക്കുന്ന ഒരു മകൻ വിക്ടർ, ആ വിക്ടറിന് പോയി ഞങ്ങൾ ജാമ്യം എടുത്ത്, അഡ്വക്കേറ്റ് മനു വിൽസൺ ഹൈക്കോടതിയിൽ ജാമ്യം എടുത്ത്, അനേകായിരം 45-46 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് KTDCയുടെ ബോട്ടിൻ്റെ അഴിമതിയാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു KTDCയുടെ മന്ത്രിയും കൂടി, ടൂറിസം മന്ത്രി. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അക്കമിട്ട് പറഞ്ഞാൽ. പിന്നെ ഒരിടക്ക് കൊച്ചിയിൽ മുഴുവൻ കൊതുക് വന്നപ്പോൾ ഞങ്ങളുടെ ജനപക്ഷത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു ആശയം പറഞ്ഞു, നമുക്ക് ഈ കാണകളിലെല്ലാം ഒരേ പിടി ഉപ്പിടാം. എറണാകുളം ജില്ലയിലുള്ള സകല സ്കൂളുകളും മഠങ്ങളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനും, എന്തിനു പറയണം, അന്ന് വർക്കിപ്പിതാവായിരുന്നു നമ്മുടെ ബിഷപ്പും പള്ളിക്കാരും
മാർക്കറ്റിലുള്ള കടക്കാരും വ്യാപാരി വ്യവസായിയും ഓട്ടോറിക്ഷ തൊഴിലാളി എല്ലാവരും കൂടി എറണാകുളത്ത് മമ്മൂട്ടി വന്നു, ടോണി ചമ്മണി വന്നു, ദാസേട്ടനും ഞങ്ങളെല്ലാം കൂടി ഒരു പിടി ഉപ്പ് കാണയിലിട്ടപ്പോൾ ഈ ഉപ്പ് വീണാൽ കൊതുകിൻ്റെ മുട്ട വിരിയില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് അതുവരെയുള്ള കൊതുക് മുഴുവൻ നശിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തിരുന്നു. കുറേ പേരൊക്കെ കളിയാക്കിയെങ്കിലും കൊതുകിന് വലിയൊരു ശാന്തി കിട്ടി. പക്ഷേ ഒറ്റടിക്കാണെന്ന് ആലോചിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ദാസേട്ടനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ദാസേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഒരു പുണ്യാളനാണോ? ദാസേട്ടനെക്കുറിച്ച് പലരും പലത് തെറ്റുകളും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനാണ്. എന്നാൽ ഇപ്പോഴും നാടിനെ സ്നേഹിക്കുന്ന, നാട്ടുകാരെ സ്നേഹിക്കുന്ന, ഒരു രൂപ വെട്ടിക്കാത്ത, ഇത്രയും കൃത്യമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരാൾ ഈ ഫീൽഡിൽ ഉണ്ടാവില്ല. നമുക്കറിയാം മഹാസിനിമാ നടന്മാരൊക്കെ ഒരു സിനിമയിൽ 20-25 ലക്ഷം രൂപ മേടിക്കുമ്പോൾ ദാസേട്ടൻ ഇപ്പോഴും ഒരു പാട്ട് പാടിയ 1 ലക്ഷം 2 ലക്ഷം അല്ലേ കിട്ടണം. സ്റ്റേജ് പ്രോഗ്രാമിന് ചിലപ്പോൾ 25-50 ലക്ഷം രൂപ കിട്ടിയിരിക്കും. അതിനൊക്കെ നികുതി കൊടുക്കുന്ന ഒരാളാണ്. എന്നാൽ ദാസേട്ടൻ സ്റ്റേജിലുള്ളപ്പോൾ നിങ്ങൾക്കറിയാം ശ്രേയാ ഘോഷലും നമ്മുടെ റഹ്മാനൊക്കെ വന്ന് കാലും മുറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയും. റഹ്മാൻ മേടിക്കണ 5 കോടി 10 കോടിയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ കാല് തൊട്ട് നമസ്കരിക്കുന്ന ദാസേട്ടന് മിക്കവാറും 10 ലക്ഷം കൊടുക്കുള്ളൂ. അത് ഇവിടുത്തെ വലിയ വലിയ ചാനലുകളായാലും. കാരണം നമ്മുടെ ദാസേട്ടനല്ലേ എന്ന് പറയും. ദാസേട്ടൻ്റെ ഒരു അനിയൻ്റെ വിവാദമുണ്ട് മരണപ്പെട്ടതിൻ്റെ. ദാസേട്ടൻ്റെ അനിയന് ഒരു 5 വർഷമെങ്കിലും ഞാനാണ് വാടകയും, ഞാൻ എന്ന് പറഞ്ഞാൽ ദാസേട്ടന് എനിക്ക് പൈസ അയച്ചു തരും, ഞാൻ ദാസേട്ടന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വഴി ചെക്ക് കൊടുത്ത് നോക്കിയത്. ഇതൊന്നും ഈ സമയത്ത് പറയേണ്ടതല്ല. എന്നാലും പാടാത്ത ദാസേട്ടനെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ വളരെയധികം സുഖം കിട്ടുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. ദാസേട്ടൻ ഒരു ആവറേജ് മനുഷ്യനാണ്. പട്ടിണിയും ദാരിദ്ര്യവുമായി ദാസേട്ടൻ പറഞ്ഞു ഇടിയപ്പം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. കാരണം അന്ന് ഇടിയപ്പവും തേങ്ങാപ്പാലൊക്കെ വലിയ കാശുകാർ കഴിക്കണ ഭക്ഷണമാണ്. ദാസേട്ടൻ ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം 50 രൂപയും ഒരു ടാക്സി ഡ്രൈവർ കൊടുത്ത പൈസയും കൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കാൻ പൈസ ഇല്ലാത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണം, ഇടിയപ്പവും വെള്ളയപ്പവും ഒക്കെ സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ ഈ നിലയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ വിജയ് വന്നപ്പോൾ മാറിയില്ലേ? കാരണം വിജയ് യേശുദാസിൻ്റെ മകനാണ്. പക്ഷേ യേശുദാസോ അഗസ്റ്റിൻ ഭാഗവതരുടെ മകനാണ്. അഗസ്റ്റിൻ ഭാഗവതർ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ദാസേട്ടന് ആ എളിമയും ആ ലാളിത്യവും അതൊക്കെ കിട്ടും. വിജയ് വന്നു. ഇനിയിപ്പോൾ വിജയുടെ മക്കൾ വരുമ്പോഴോ അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അങ്ങനെ ദാസേട്ടൻ എന്തോരം കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നറിയോ, ഇടപെടലുകൾ. പിന്നെ മാക്കാപ്പറമ്പ്, ഈ അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു ദിവസം ഞങ്ങൾ ക്രൗൺ പ്ലാസ ഹോട്ടലിലിരിക്കുമ്പോൾ കുറേ അമ്മപെങ്ങന്മാരും കുറേ പേരും മാക്കാപ്പറമ്പിൽ നിന്ന് വരുവാണ്. വന്നിട്ട് പറയുവാണ് ട്രെയിൻ തട്ടി 10-12 കുട്ടികൾ പല പ്രാവശ്യമായിട്ട് മരിച്ചു. കാരണം 8 റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഈ ഗുഡ്സൊക്കെ വന്നിട്ട്. അപ്പോൾ കുട്ടികൾ 8 ട്രാക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ കണ്ടേക്കണ എല്ലായിടത്തും 2 ട്രാക്കായിരിക്കും. ഈ എടപ്പള്ളിയിൽ അവിടെ 8 ട്രാക്ക് ഉണ്ട് മാക്കപ്പറമ്പിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ടണലില്ലാത്തതുകൊണ്ട് 12 കുട്ടികളെ മരിച്ചത്. ദാസേട്ടൻ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ദാസേട്ടൻ ആ റെയിലുമേൽ നട്ടുച്ചക്ക് വന്ന് ആ റെയിലുമേൽ കുത്തിയിരുന്ന ഒരു സമരം നടത്തി. പല ചാനലുകളും അന്ന് കവർ ചെയ്തിരുന്നു. ആ റെയിലുമേൽ ഇരുന്നിട്ട് KV തോമസ് അന്ന് മിനിസ്റ്ററാണ്. KV തോമസ് വിളിച്ചു പറഞ്ഞു ദാസേട്ടൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ചെയ്താൽ പോരാ, ഇതിൻ്റെ അടിയിൽ കൂടി ഒരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടേ ഞാൻ എണീറ്റ് പോവുള്ളൂ. അങ്ങനെ KV തോമസും മറ്റ് മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും റെയിൽവേ മന്ത്രിയും അവിടെ ഒരു അണ്ടർപാസിന് ഉറപ്പ് നൽകിയിട്ടാണ് ദാസേട്ടൻ അവിടെ നിന്ന് പോയത്. എത്ര പേർക്കറിയാം? അപ്പോൾ ദാസേട്ടനെക്കുറിച്ച് പരദൂഷണം പറയാനും ഇല്ലായ്മ കാര്യങ്ങൾ പറയാനും കുനിഷ്ട് പറയാനും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ബെന്നി ജോസഫിന് അങ്ങനെയല്ല. കുറേ കാര്യങ്ങൾ നല്ലത് പറയാനുണ്ട്. അങ്ങനെ അണ്ടർ പാസേജ് അവിടെ പണിത് മാക്കാപ്പറമ്പിൽ ഇപ്പോൾ ഒരു കുട്ടികളും അവിടെ മരിക്കുന്നില്ല. പിന്നെ ദാസേട്ടൻ്റെ ബർത്ത്ഡേ സാധാരണ മൂകാംബികയിൽ ഒരിത്തിരി ചോറും ചെറിയ പായസമൊക്കെ വെച്ചിട്ട് കേക്കൊന്നും മുറിക്കാറില്ല ദാസേട്ടൻ. അവസാന കാലഘട്ടത്തിൽ കൊച്ചുമക്കളുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഈ കേക്ക് മുറിയൊക്കെ തുടങ്ങിയത്. എല്ലാ ജാനുവരി 10-നും ദാസേട്ടൻ മൂകാംബികയിൽ കേക്ക് മുറിക്കും. ഈ ചെറിയ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പോകും. അവിടെ ഒരു കച്ചേരി നടത്തും. 12-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. കൂടുതലും മൂകാംബികയിൽ ഞങ്ങൾ 12-ാം തീയതി കഴിഞ്ഞിട്ട് പോകുന്നൊരു പരിപാടിയും കൂടിയുണ്ട്. ദാസേട്ടൻ പിന്നെ ചെയ്തൊരു കാര്യമാണ്, ദാസേട്ടൻ്റെ 70-ാമത്തെ ബർത്ത്ഡേക്ക് ലയൺസ് എന്ന സംഘടനയൊക്കെ കൂടി വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഇവിടെ ചാരിറ്റി ചെയ്യാൻ പേടിയാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ചാരിറ്റി ചെയ്യാൻ. കാരണം എത്ര സത്യസന്ധമായി ചെയ്താലും ചോദിക്കും അടിച്ചു മാറ്റിയില്ലേ തിന്നില്ലേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദാസേട്ടൻ്റെ ഒരു തീരുമാനത്തിൽ ഹൃദയതാളം ഉണ്ടായത്. അന്ന് ലീമേഡിയൻ ഹോട്ടലിൽ ഞങ്ങൾ 7 ഡേയ്സ് എൻ്റയർ ഹോട്ടൽ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു പരിപാടി നടത്തി. ഹൃദയതാളം 55 പ്ലേബാക്ക് സിംഗേഴ്സാണ് അന്ന് സ്റ്റേജിൽ വന്ന് പരിപാടി നടത്തിയത്.
അതിൻ്റെ ഫണ്ട് കൊണ്ടാണ് 333 സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ പിഞ്ചു കുട്ടികൾക്ക് 333 പേർക്ക് ഹൃദയതാളം പദ്ധതിയിലൂടെ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു. 1 രൂപ ഞങ്ങൾ മേടിക്കാണ്ടാണ്. എങ്ങനെയായിരുന്നു? നീ ഇപ്പോൾ സതീശൻ പറയുന്ന പോലെ ഞങ്ങളതൊക്കെ അന്ന് ചെയ്തതാണ്. ഡോണർ ബെനിഫിഷ്യറിയെ പൈസ കൊടുക്കുന്നവർ രോഗീനെ മനസ്സിലാക്കണം. രോഗിക്ക് നേരിട്ട് ആശുപത്രിയിലേ കൊടുക്കുകയുള്ളൂ, കയ്യിലും കൂടിയല്ല. മനസ്സിലാവണ്ട, ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. ഒരു രോഗിനെ ഞങ്ങൾ കണ്ടെത്തും, ആ രോഗിയെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തും. അയാൾ പൈസ ലിറ്റിൽ ഫ്ലവറും ലിസിയും അമൃതയും ലേക്ക് ഷോറും ആസ്റ്ററിലൊക്കെ കൊടുത്തിട്ട് 333 ഹാർട്ട് സർജറി ആ പാവ മനുഷ്യൻ ചെയ്ത് 1 രൂപ നമ്മൾ മേടിക്കാണ്ടാണ് ഈ 55 പ്ലേ ബാക്ക് സിംഗേഴ്സും വന്ന ഹൃദയതാളം. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല പദ്ധതി, അല്ല കേരള ഗവൺമെൻറ്റിൽ ഒരു അഴിമതിയില്ലാണ്ട് നടന്ന ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം. ചെവി കേൾക്കാത്ത സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തപ്പോൾ ശ്രുതി തരംഗം 1 രൂപയുടെ അഴിമതിയില്ലാണ്ട്, ദാസേട്ടനായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ, ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഞങ്ങൾ ഏകദേശം 1000-ഓളം കുഞ്ഞുങ്ങളെ ഇന്ന് ശബ്ദത്തിൻ്റെ ലോകത്ത് കൊണ്ടുവന്നു. ഇന്നലെ വരെ കേൾക്കാത്ത ശബ്ദിക്കാത്ത കുട്ടികൾ പാടാനും എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങി. ആ 1000 സർജറി ചെയ്തപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. കോക്ലിയർ ഇംപ്ലാന്റ് കേരളത്തിൽ 14 ലക്ഷവും 12 ലക്ഷത്തിനൊക്കെ ഇരുന്ന ഓപ്പറേഷൻ. ദാസേട്ടൻ അത് ഇടപെട്ട് ഈ കോക്ലിയർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഓസ്ട്രേലിയയിൽ സംസാരിച്ച് 9 ലക്ഷം രൂപയുടെ മെഷീൻ 5 ലക്ഷം രൂപക്ക് മേടിച്ചു. അങ്ങനെ 14 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ 5-6 ലക്ഷം രൂപക്ക് നടത്താൻ തുടങ്ങിയതുകൊണ്ട് പാവപ്പെട്ടവനത് കിട്ടി. അങ്ങനെ പാടാത്ത ദാസേട്ടനെ നിങ്ങൾ തിരിച്ചറിയണം. മനുഷ്യൻ, പച്ച മനുഷ്യൻ. അദ്ദേഹം വെറും സാധാരണക്കാരനാണ്. റൂമിലിരിക്കുമ്പോൾ അത്യാവശ്യം ചീത്ത പറയും, നല്ല നാടൻ ചീത്ത ഫോട്ടോ വെച്ചിക്കാരൻ്റെ പോലെ പറയും. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ദാസേട്ടനെ ജനങ്ങളുടെ ഇടയിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഗന്ധർവൻ, പത്മവിഭൂഷൺ, സംഗീത ചക്രവർത്തി, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു നല്ല പൊതുപ്രവർത്തകൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നല്ലൊരു അപ്പൂപ്പനാണ്, നല്ലൊരു അപ്പനാണ്, നല്ലൊരു സഹോദരനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു സ്നേഹിതനാണ്. അതും കൂടി ജനങ്ങൾ അറിയണ്ടേ? ആ മനുഷ്യനെ ചില സമയത്തൊക്കെ ചിലർ വന്ന് ചീത്ത പറയുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണ്ടേ ആ സ്ഥാനത്ത്, ആ ഷൂവിൽ നിന്നുകൊണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ദാസേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദാസേട്ടൻ ചെയ്തത് എല്ലാ സർക്കാരിനെ എല്ലാവരും വിമർശിച്ച ഒരു പദ്ധതിയല്ലേ വിഴിഞ്ഞം പദ്ധതി. മന്ത്രി നമ്മുടെ നികേഷിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? രാഘവൻ സാറ്. നമ്മുടെ രാഘവൻ സാറ് എം വി രാഘവൻ തുറമുഖ മന്ത്രിയായിരിക്കുമ്പോൾ വിഴിഞ്ഞത്ത് ചെന്നാൽ മത്സ്യത്തൊഴിലാളികൾ പങ്കായത്തിന് അടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ദാസേട്ടൻ അവിടെ ചെന്ന് മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിച്ചു. ഇവിടെ ഒരു തുറമുഖം വന്നം, നിങ്ങളുടെ മക്കൾ നെയ്മീനും ചെമ്മീനൊക്കെ പിടിക്കുന്നതിൽ നിന്ന് മാറി ക്യാപ്റ്റൻ ആവണം, ചീഫ് എഞ്ചിനീയർ ആവണം, റേഡിയോ ഓഫീസർ ആവണം, ഷിപ്പ് റിപ്പയറിംഗ് ആവണം. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എം വി രാഘവനുമായി വിഴിഞ്ഞത്തിൽ ഒരു വലിയ മീറ്റിംഗ് നടത്തി. ശേഷം ദേവനും ഹൈബി ഈഡനും നമ്മുടെ മീഡിയ വണ്ട് ഇന്നത്തെ ഡൽഹി ബ്യൂറോ ധനസുബോധ് ഞാനും ഒക്കെ കൂടി അന്നത്തെ പോർട്ട് തുറമുഖ മന്ത്രി വിജയകുമാറിന് ഞങ്ങളൊരു കണ്ണീർ പൊഴിയാതെ രക്തം പൊഴിയാതെ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്ത്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട 20 കൊല്ലത്തോളമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. എത്ര പേർക്കറിയാം? കേന്ദ്രമന്ത്രിമാർ നരേന്ദ്രമോദിയായിട്ടൊക്കെ ദാസേട്ടൻ ഇതിനു വേണ്ടി ഒത്തിരി സംസാരിച്ചു. ആർക്കറിയാം? ഇതല്ലല്ലേ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എളിമയുടെ ലാളിത്യത്തിൻ്റെ ഒരു ദാസേട്ടനും അവിടെയുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ചില സ്ഥലത്ത് സെൽഫി എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ദാസേട്ടൻ സെൽഫി എടുക്കരുതെന്ന് പറയുന്നത്? ദാസേട്ടൻ ഏത് റോട്ടിൽ നിന്നാലും എയർപോർട്ടിൽ വന്നാലും ഒക്കെ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കും. സെൽഫി എടുക്കരുതെന്ന് പറയുന്നത് എന്താ? മാർപ്പാപ്പയായിട്ട് ഒരു പ്രാവശ്യം സെൽഫി എടുത്തപ്പോൾ ഒരു സ്ത്രീ എടുത്തപ്പോൾ ഈ മാർപ്പാപ്പയുടെ കണ്ണ് ഇങ്ങനെ ഒരു വേണ്ടാത്ത സ്ഥലത്തോട്ട്, അപ്പോൾ ഒരു ട്രോൾ ഇറങ്ങി വന്ന് മാർപ്പാപ്പയുടെ നോട്ടം കണ്ടാന്ന് പറഞ്ഞു. അന്ന് എടുത്ത തീരുമാനമാണ് ദാസേട്ടൻ, ഞാൻ സെൽഫി എടുക്കില്ല. സെൽഫി എടുക്കുന്നതിന് പകരം നേരെ നിന്നെടുത്തോ. വിജയിനെ കൊണ്ടുപോലും അല്ലെങ്കിൽ ഞാനിരിക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു സെൽഫി എടുക്കണ്ട, വേറൊരാൾക്കൂട് നമുക്ക് നിന്നെടുക്കാം. സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുമായിട്ട് വർത്തമാനം പറയുമ്പോഴാണ് ഒരാൾ വന്നെടുക്കണം. അപ്പം നമ്മുടെ പല ഗോഷ്ഠിയും ഇത് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നല്ലതിൻ്റെ കാലമല്ലല്ലോ. പ്രത്യേകിച്ചും എഐയും ഫേസ്ബുക്കൊക്കെ ആയിട്ട് ഒരു നാറ്റക്കേസിൻ്റെ ടൈമാണിപ്പോൾ. അപ്പോൾ ദാസേട്ടനെ പോലെ ഒരു സാധാരണക്കാരന് സെൽഫി അന്ന് അവിടെ ആ ഫോൺ തട്ടാൻ കാരണം സെൽഫി എടുക്കണ ഇഷ്ടമല്ല. ചോദിക്കുക, ദാസേട്ടൻ നിന്ന് കൊടുക്കും. കാറിൽ ഞങ്ങൾ എയർപോർട്ടിൽ പോകുമ്പം ഒപ്പം മോട്ടോർ സൈക്കിൾ ഓടിച്ചാൽ ദാസേട്ടൻ ഡ്രൈവറോട് പറയും വണ്ടി നിർത്തടാന്ന് പറയും.
എന്നിട്ട് അവരോട് ചോദിക്കും, എന്തിനാ ഇങ്ങനെ വേഗത്തിൽ ഓടിച്ചാൽ നിങ്ങൾ വല്ല അപകടം പറ്റില്ലേ, ഒരു ഫോട്ടോ എടുക്കാൻ. ദാസേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ ടൈമാണെങ്കിൽ ചിലപ്പോൾ നിർത്തില്ല. ഏറ്റവും കൂടുതൽ ഫോട്ടോക്ക് ഫോഴ്സ് ചെയ്യണ ഒരാളാണ്. എയർപോർട്ടിൽ എപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങുന്ന ദാസേട്ടൻ പുറത്ത് വരുമ്പോൾ ലാസ്റ്റ് ആവും. എന്താണ്, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ ചോദിക്കും, ദാസേട്ടൻ നിന്നും കൊടുക്കും. പക്ഷേ ആ സെൽഫി എത്രയോളം വിവാദമാക്കി. അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണമെന്നല്ല നടക്കണം. അതിൻ്റെ പിന്നാമ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. ജീൻസിൻ്റെ കാര്യം പറഞ്ഞു. സത്യത്തിൽ ദാസേട്ടനത് ലെഗിൻസ് എന്ന് പറയാനുള്ള അറിവ് കുറവ്, അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്ത് ജീൻസും ലെഗിൻസും തിരിച്ചറിയാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ, ലെഗിൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ട് വരുമ്പോൾ മരിച്ചെടുത്ത് വരുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അന്ന് അതിങ്ങനെ അലക്കി വന്നപ്പോഴേക്കും ഇവിടെ മുത്തം കൊടുക്കണ മത്സരം, മത്സരം നടത്തിയില്ല DYFക്കാർ. അതുകൊണ്ട് ദാസേട്ടൻ്റെ, കാരണം നമുക്കിവിടെ വിവാദം വന്നാൽ പിറ്റേ ദിവസം വേറൊരു വിവാദം വരും. ഏതായാലും ദാസേട്ടൻ്റെ 86ാം ജന്മദിനത്തിന് ആശംസകൾ നേരുന്നതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് എന്തൊക്കെ ചെയ്തു എന്നും കൂടി ദാസേട്ടൻ്റെ മറ്റൊരു മുഖം അവതരിപ്പിക്കാൻ ജനങ്ങളോട് പറയാൻ അവസരമൊരുക്കിയ മറുനാടനോടും നന്ദി പറയുന്നു. എല്ലാ മലയാളികളോടും ഞാൻ പറയുന്നു, അദ്ദേഹം ഒരു സാധാ ഫോർട്ട് കൊച്ചിക്കാരനാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരു ആവറേജ് മനുഷ്യനാണ് ദാസേട്ടൻ ഇവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തരങ്കടി സ്കൂൾ തുടങ്ങാൻ പോയതിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തീരില്ല. ഞാൻ ഭാവിയിൽ മറുനാടനിൽ മറ്റൊരു ഇൻ്റർവ്യൂ തരാം. നല്ലൊരു സ്കൂള് തിരുവനന്തപുരത്ത് തരങ്കടി തുടങ്ങിയിട്ട് ആരാണ് പൂട്ടിച്ചതെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഇത്രയും പറഞ്ഞതിന് തന്നെ മിക്കവാറും ദാസേട്ടൻ എന്നെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. ആ വഴക്ക് ഞാൻ ശിരസ ഏറ്റെടുക്കുന്നു. ദാസേട്ടൻ എന്ന ആ മനുഷ്യൻ അനുജന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ ചെക്കടക്കം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കളവ് പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആൾക്ക് ചെക്ക് കൊടുത്തതിൻ്റെ കണക്ക് മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി. ഏകദേശം 5 വർഷത്തോളം ഞങ്ങളാണ് 40,000-50,000 രൂപ വെച്ച് കൊടുത്തത്. അതുകൊണ്ട് വിവാദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ സംഗീതം പോലെ തന്നെ ശുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി ദാസേട്ടന് എൻ്റെ ജന്മദിന ആശംസകൾ, ഞങ്ങളുടെ ജന്മദിന ആശംസകൾ. നമസ്കാരം.